ഒരാൾ സൗദിയിലാണ് ഉളുഹിയത്തിന് ചേർന്നത്. പക്ഷേ ദുൽഹിജ്ജ് തുടക്കത്തിൽ അദ്ദേഹത്തിന് നാട്ടിൽ പോകേണ്ടി വന്നു. നാട്ടിൽ സൗദിയിൽ മാസപ്പിറവി കണ്ടു 1 ദിവസം കഴിഞ്ഞാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ സൗദിയിൽ പെരുന്നാൾ ദിവസം ഉളുഹിയത്ത് അറുത്താൽ ഈ സഹോദരന് നാട്ടിൽ ദുൽഹിജ്ജ് 9 തൻ്റെ നഖം, മുടി എന്നിവയൊക്കെ നീക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ തൻ്റെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നാട്ടിലായതിനാൽ സൗദിയിൽ അറവ് നടന്നതിനാൽ ഉളുഹിയത്ത് ഇനി വേറെ അറുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മളവിടെ വക്കാലത്ത് ഏൽപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. എനിക്ക് വേണ്ടി ഞാനൊരു ഷെയർ ചേരുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു മൃഗത്തെ വാങ്ങി ഒരാളെ അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. രണ്ടായാലും നമ്മളൊരു വക്കാലത്ത് ഏൽപ്പിക്കുന്ന രൂപമാണുള്ളത്. ആരെയാണോ നമ്മൾ വക്കാലത്ത് ഏൽപ്പിച്ചത് അവർക്ക് സമയമായിട്ടുണ്ടെങ്കിൽ മൃഗത്തെ അറുക്കാം. അവർക്ക് സമയമായാലേ അറുക്കാൻ പറ്റുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതല്ല. നമ്മളൊരു പക്ഷേ മുൻപിലായിരിക്കും, മക്കയേക്കാൾ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ മക്കയേക്കാൾ പിന്നിലുമായിരിക്കും. രണ്ടിലുമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ മൃഗം എവിടെ അറുക്കപ്പെടുന്നു അവിടെ ദുൽഹിജ്ജ 10 എന്നതാണ് നോക്കേണ്ടത്. ദുൽഹിജ്ജ 10 നമസ്കാരം കഴിഞ്ഞിട്ടാണ് അറുത്തത് എങ്കിൽ തീർച്ചയായും ആ അറവ് ശരിയാണ്. അപ്പോൾ നമസ്കാരത്തിന് ഇപ്പം എൻ്റെ നമസ്കാരം ഇനി നാളെ ആകുള്ളല്ലോ നാട്ടിലാണെങ്കിൽ, അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ മുമ്പ് അറുക്കപ്പെട്ട മൃഗമാകുമോ എൻ്റെത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മൾ വക്കാലത്ത് ഏൽപ്പിച്ച അയാൾ നമസ്കരിച്ച് അതിന് ശേഷമാണ് ആ മൃഗത്തെ അറുത്തിട്ടുള്ളത്. ആ സ്ഥലത്ത് ദുൽഹിജ്ജ 10 നമസ്കാരം നിർവഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ രംഗത്ത് പേടിക്കേണ്ടതില്ല. രണ്ടാമത്തെ നഖവും മുടിയുമൊക്കെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുൽഹിജ്ജ പറന്നിട്ടുണ്ട് എങ്കിൽ ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ നഖവും മുടിയുമൊന്നും എടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഇപ്പോൾ 4 മദ്ഹബും എടുത്തു നോക്കുകയാണെങ്കിൽ അബു ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിന് യാതൊരു പ്രശ്നമില്ല, നഖമെടുക്കാം, മുടിയെടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് മാലിക്കി മദ്ഹബും ഷാഫി മദ്ഹബും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ 2 മദ്ഹബിലും നമുക്ക് കാണാൻ കഴിയുന്നത് നഖവും മുടിയും എടുക്കൽ മക്രൂഹാണ്, അഥവാ സുന്നത്ത് മാത്രമേ ഉള്ളൂ. നഖം വളർത്തുക, മുടി വളർത്തുക, ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ അത് എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് സുന്നത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെതിരായിട്ടുണ്ടെങ്കിൽ ഒരു മുഅക്കദായ സുന്നത്താണ്. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അതിനെതിരായാൽ അത് മക്രൂഹ് മാത്രമേ ആകുള്ളൂ. അപ്പം ഹംബലി മദ്ഹബ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഹദീസിനെ അങ്ങനെ തന്നെ, ലാഹിരി മദ്ഹബും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹദീസിനെ അങ്ങനെ തന്നെ എടുക്കുകയും നഖം മുറിക്കാൻ പാടില്ല, ഹറാമാണ്, മുടി വെട്ടാൻ പാടില്ല, ഹറാമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ ആ അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നതെന്ന് മാത്രമല്ല, ചെയ്യരുത്, നിങ്ങൾ എടുക്കരുത്, ആരെങ്കിലും അറവ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ നഖവും മുടിയും അവൻ എടുക്കരുത് എന്ന് തന്നെ പറഞ്ഞ ഹദീസ് ഉള്ളത് കൊണ്ട് ഒരു വിരോധം വന്നല്ലോ. അതുകൊണ്ട് വിരോധം വന്ന സ്ഥിതിക്ക് അത് ചെയ്യൽ ഹറാമ് തന്നെയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ എൻ്റെ മൃഗത്തെ അറുത്ത് കഴിഞ്ഞല്ലോ, അറുക്കുന്നത് വരെയല്ലേ ഉള്ളൂ, അത് ഇപ്പോൾ അറുത്തല്ലോ, എനിക്ക് ദുൽഹിജ്ജ 9 ആണെങ്കിലും അവിടെ അറുത്ത് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്കെടുക്കാം. അവിടെ നമ്മൾ സൂക്ഷ്മതയാണ് പാലിക്കേണ്ടത്. മതത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക, ഇഹ്തിയാത്ത് എന്ന് നമ്മൾ പറയല്ലോ, കൂടുതൽ സുരക്ഷിതവും സൂക്ഷ്മവും ആയ ഒരു നിലപാട് എന്താണ് നല്ലത്. നമ്മുടെ ദുൽഹിജ്ജ 10 നമ്മുടെ നമസ്കാരവും കൂടി കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അവിടെ ഇഹ്തിയാത്ത് സ്വീകരിക്കുകയാണ്, അഥവാ സൂക്ഷ്മത എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം.